നമസ്കാരം. ഞാനറിഞ്ഞ ക്രിസ്തു എന്നത് എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനായാണ് ഇപ്പോൾ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നത്. ക്രിസ്തു ജീവകാലത്തുടനീളം ഒരു ബോധ്യമായി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അതാത് ദശകളുടെ സാന്നിധ്യമായി പ്രാധാന്യമനുസരിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആവോളം അനുഭവിക്കാൻ കഴിഞ്ഞത് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ, പ്രാർത്ഥനയുടെ ബലത്തിൽ, മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഊട്ടി ഉറച്ചു നൽകിയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മർത്തോമ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ക്രിസ്തു എന്നത് എന്നും എൻ്റെ ഒപ്പമുള്ള ഒരു കൂട്ടുകാരനോ ഒരു സഹചാരിയോ സഹയാത്രികനോ ഒക്കെയായിരുന്നു. ഗ്രാൻഡ് പേരൻസ് ആയിരുന്നു വിശ്വാസത്തിൽ, ഭക്തിയിൽ ഒക്കെയും മാർഗദർശികളായി ഒപ്പം കൂടെ ഉണ്ടായിരുന്നത്. അവർ നൽകിയ പ്രാർത്ഥനയുടെ ബലവും വിശ്വാസത്തിൻ്റെ ആഴവും ഒക്കെയാണ് ഇന്ന് കാണുന്ന സകലത്തിനും കാരണമായത് എന്ന് പറയുന്നതിന് ഒട്ടും മടിയോ സംശയമോ ഇല്ല. മാതാപിതാക്കളുടെ നിരന്തരമായ പ്രാർത്ഥനാപൂർവമുള്ള അവരുടെ ജീവിതത്തിലെ ഓരോ ചുവടുവയ്പ്പുകളും ഞങ്ങൾക്ക് വളർന്നു വരുവാനുള്ള വളവും ഊർജവുമായി മാറുകയായിരുന്നു. ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ക്രിസ്തു ഒരു സാന്നിധ്യവും ബോധ്യവുമായി ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു. വീഴ്ചകളിൽ അഭയമായി, താങ്ങായി, തണലായി, വിടവില്ലാത്ത കുമ്പസാരക്കൂടായി ക്രിസ്തു എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ക്രിസ്തു സ്ത്രീകളോട് പുലർത്തിയ മനോഭാവത്തെ വളരെ സാഗൂതം വീക്ഷിക്കുവാൻ എത്രയോ കാലം മുമ്പേ ഞാൻ ശ്രമിച്ചിരുന്നു. അടിച്ചമർത്തലുകൾക്കും നീതിനിഷേധങ്ങൾക്കും ഒക്കെ അപ്പുറമായി ക്രിസ്തു ചേർത്ത് നിർത്തിയ സ്ത്രീകളെ എന്നും കൗതുകപൂർവ്വം വീക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബാല്യത്തിൽ സുരക്ഷയായി, കൗമാരത്തിൽ സ്വപ്നമായി, യൗവനത്തിൽ ദർശനമായി, ഇപ്പോൾ ഏറ്റവും അടുത്ത സഹചാരിയായി, ഉള്ളിലെ ബോധമായി, ആത്മാവിൻ്റെ ഉണർവായി ക്രിസ്തു സദാ ഇങ്ങനെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഈ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ ധൈര്യം. ബാല്യകാലത്തിൽ ക്രിസ്തു എന്നത് കഥകളിലൂടെ അമ്മച്ചി തന്നിരുന്ന ചില അനുഭവങ്ങളായിരുന്നു. ശരിക്കും ഒരു ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുവാനുള്ളൊരു ഉപാധിയായി അമ്മച്ചി കണ്ടെത്തിയിരുന്നതും ക്രിസ്തു മാർഗത്തെയായിരുന്നു. അയൽക്കാരനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ, കൂട്ടുകാരെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിനെ, ശത്രുവിനോട് കരുണ കാണിക്കുന്ന ക്രിസ്തുവിനെ ഒക്കെ അമ്മച്ചി പഠിപ്പിക്കുമ്പോഴും ശിശുക്കളെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ക്രിസ്തുവിനെയായിരുന്നു ഏറ്റവും അടുത്ത് കണ്ടത്. നമുക്കറിയാം, പലപ്പോഴും കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു അവരെ അടുക്കലേക്ക്, ശരിക്കും ആൾപ്പെരുപ്പങ്ങൾക്കിടയിൽ നിന്ന് അവരെ തെരഞ്ഞെടുത്ത ഒരു സുവിശേഷം, അത് നൽകിയിരുന്നത് വലിയൊരു ദർശനമാണ്. എന്നും വെളിപ്പാടകലെ ക്രിസ്തു ഉണ്ടാകും എന്നൊരു ബോധ്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയിരുന്നത്. ആവണീശ്വരം ഇമ്മാനുവേൽ മാർത്തോമ പള്ളിയിൽ ആരംഭിച്ച സൺഡേ സ്കൂൾ പഠനം ക്രിസ്തുവിലുള്ള ബാല്യകാലത്തെ അനുഭവങ്ങളൊക്കെയും, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ശരിക്കും അടിസ്ഥാനമാക്കുന്നത് അവിടെയുള്ള സൺഡേ സ്കൂൾ പഠനമാണ്. കഥകളിലൂടെ കൂട്ടുകാരനായി വന്ന ക്രിസ്തു, ശരിക്കും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തു, വഴിതെറ്റാതെ ഇടയനായിരിക്കുന്ന ക്രിസ്തു, തെറ്റിപ്പോയ കുഞ്ഞാടിനെ വീണ്ടെടുക്കുന്ന ക്രിസ്തു, ഇതൊക്കെയും ബാല്യകാലത്തിൽ തന്നെ അനുഭവമായി ക്രിസ്തു എന്നും നല്ലൊരു ചങ്ങാതിയായി കൂടെ ഉണ്ടാകും എന്ന ഒരു സത്യത്തെ ഉറപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു. എഴുത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ലോകത്തും ഞാൻ കാണുന്ന ഏറ്റവും വലിയ മുഖവും ആദർശവും ക്രിസ്തുവിൻ്റെ തന്നെയായിരുന്നു. ബൈബിളായിരുന്നു എന്നും അടിസ്ഥാന ഗ്രന്ഥമായി സൂക്ഷിച്ചിരുന്നതും ഉപയോഗിച്ചിരുന്നതും ധ്യാനിച്ചിരുന്നതും. ബൈബിളിനെ ആസ്പദമാക്കിയുള്ള കഥകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാലും അത് വിശുദ്ധ വേദപുസ്തകം എന്ന് തന്നെ സാക്ഷിക്കാനാണ് ഇഷ്ടമാകുന്നത്. ക്രൈസ്തവ ദർശനങ്ങൾക്കപ്പുറമായി മാനവികതയുടെ സന്ദേശവും സ്നേഹത്തിൻ്റെയും കരുണയുടെയും മൂല്യവത്തായ അർത്ഥതലങ്ങളും വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത്തരമൊരു വിശ്വാസത്തിൽ വാർക്കപ്പെട്ട എനിക്ക് നീതിയുക്തമായും സത്യസന്ധമായും
അപരനോടുള്ള കരുണ തുറന്നു പിടിച്ച അക്ഷരങ്ങൾക്ക് കൂട്ടുപോകാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇന്നോളം പേനയെടുത്ത കാലം മുതൽ ഈ നിമിഷം വരെയും മാനവികതയുടെ, സത്യസന്ധതയുടെ, ദൈവദർശനങ്ങളുടെ മൂല്യത്തെ അതുപോലെ തന്നെ നിലനിർത്താൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് എഴുത്തുവഴിയിലും കൂട്ടുപിടിക്കുന്നത്. ഏറ്റവും വലിയ ഗുരു ആരെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തു തന്നെയാണ്. ഒരു ജീവിത മേഖലയിൽ അധ്യാപനം സ്വീകരിക്കുമ്പോൾ തന്നെയും ശരിക്കും ക്രിസ്തു ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ആകുന്നത്ര ശ്രമിക്കാൻ ഞാൻ പ്രാപ്തയായിട്ടുണ്ട്. ശരിക്കും മുമ്പിലിരിക്കുന്ന ഓരോ കുഞ്ഞിലും അത് ക്രിസ്തുവിൻ്റെ ദാനമാണെന്ന്, ശിശുക്കൾ ദൈവം നൽകുന്ന ദാനമാണ് എന്ന സുവിശേഷത്തെ അനുസ്മരിപ്പിക്കും വിധം ഓരോ കുഞ്ഞും ക്രിസ്തുവിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ വരദാനങ്ങളാണ്. ഉദരഫലം യഹോവ നൽകുന്ന ദാനമാണല്ലോ. മക്കൾ അവൻ നൽകുന്ന വലിയ അവകാശവും. ഗുരു നിത്യചൈതന്യയതിയുടെ വാക്കുകളെ കൂടി ഇവിടെ വിവക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന കുട്ടി സ്വന്തമല്ലെന്ന് തോന്നുന്ന ആ നിമിഷം അധ്യാപകൻ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങണമെന്ന അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യത്തെ ഞാൻ ഈ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചതാണ്. ക്രിസ്തു ദർശനത്തോട് തന്നെ ഞാൻ അതിനെയും ചേർത്ത് വയ്ക്കുകയാണ്. ഓരോ കുഞ്ഞിലും കാണുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാണ്. മുമ്പിലുള്ള ഓരോ മനുഷ്യനിലും ആ ഒരു ക്രിസ്തുവിനെ കാണാൻ കഴിയാത്തിടത്താണ് ഞാൻ പരാജയമാകുന്നത് എന്ന ഒരു വിശ്വാസമുണ്ട്. ഒരു മതവിശ്വാസത്തെ അല്ലല്ലോ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്, ശരിക്കും മാനവികതയുടെ സുവിശേഷത്തെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്നേഹവും കരുണയും വിട്ടുള്ള പാഠശാലകളൊന്നും പാഠശാലകളല്ല എന്നൊരനുഭവമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഈ ദിവസം, ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നതുവരെ എല്ലാ ദിവസവും തുടർച്ചയായി നടന്നു പോകുന്നത് രാവിലെ 4:30 മണിക്കുള്ള പ്രാർത്ഥനയോടെയാണ്. 4:15 ഉണർന്നു കഴിഞ്ഞാൽ 4:30 ഉണരാൻ സഹായിച്ച ചൈതന്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ദിവസം ആരംഭിക്കുന്നത്. നന്ദി അർപ്പിക്കുവാനല്ലാത്ത ഒന്നും ജീവിതത്തിലില്ല എന്ന ഉത്തമ ബോധ്യം അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ഒരു പ്രാർത്ഥനയിൽ ആരംഭിക്കുമ്പോൾ ഒരു വചനമാണ് എന്നും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി ഞാൻ മുറുകെ പിടിക്കുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥനയോടെ എടുക്കുന്ന ഒരു പ്രോമിസ് കാർഡുണ്ട്. ആ ഒരു പ്രോമിസ് കാർഡിൽ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം ഉണ്ട് എന്ന് ഉപബോധ മനസ്സ് എന്നോ ഉറപ്പിച്ചിരുന്നതാണ്. ആ ഒരു കാർഡ് അനുസരിച്ച് തന്നെ ആ ദിവസത്തിൻ്റെ ഫലങ്ങൾ വരുന്നു എന്നുള്ളതും സത്യമാണ്. 5:30 മണിക്ക് ഡെയിലി ബ്ലെസ്സിങ് എന്ന് മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഒരു 10 മിനിറ്റ് നീണ്ട ഒരു സുവിശേഷ പ്രഘോഷണമുണ്ട്. അത് രണ്ടുമാണ് ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ മറ്റെന്തിലേക്ക് കടക്കും മുമ്പേ ഞാൻ ആരംഭിക്കുന്ന, ഒരു ദിവസത്തിൻ്റെ തുടക്കം കുറിക്കുന്ന എൻ്റെ ദിനചര്യയുടെ ഭാഗമായി മാറുന്ന 2 പ്രാർത്ഥനാ നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ ഞാൻ ആർജിക്കുന്ന വല്ലാത്ത ഒരു ധൈര്യമുണ്ട്. ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുടെ, ഒരുപാട് മാറ്റി നിർത്തലുകളുടെ, ഒരുപാട് ചതികളുടെ, വഞ്ചനകളുടെ, നീതി നിഷേധങ്ങളുടെ, അസത്യങ്ങളുടെ ഒക്കെ, അപവാദങ്ങളുടെ ഒക്കെയും മുൾമുനകളിൽ ശരിക്കും അവയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ക്രിസ്തുവിനെ ഞാൻ വാദിഭാഗത്ത് കണ്ടിട്ടില്ല. ക്രിസ്തു എനിക്കൊപ്പം സദാ എൻ്റെ പ്രതിക്കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വേദനകളെ ഒരിക്കലും അവൻ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞല്ല, എൻ്റെ വേദനകളെ എനിക്കൊപ്പം സഹിക്കുന്ന ക്രിസ്തുവിനെയാണ് ഈ നിമിഷം വരെയും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തിൻ്റെ ഊർജമാകുമ്പോൾ, ഒരു വൈകുന്നേരത്തിൻ്റെ ആശ്രയവും ശരണവുമായി എന്നോടുകൂടെ ഓരോ ദിവസത്തിൻ്റെ അനുഭവങ്ങളിലും ക്രിസ്തു ഒപ്പമുണ്ട്, ഉള്ളിലുണ്ട്, കൂടെയുണ്ട്. അതാണ് ഓരോ ദിവസവും പ്രാർത്ഥനയിലൂടെ ആരംഭിക്കുന്ന ദിവസത്തിന് ക്രിസ്തു നൽകുന്ന ധൈര്യം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, നേരിടാനാകാത്ത ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ട ഒരവസരം വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരല്പനിമിഷം മുട്ടുമടക്കിയാൽ അവിടെ പരിഹാരമുണ്ട് എന്ന് ഉറപ്പു തരുന്ന ഒരു വിശ്വാസമാണ് എനിക്ക് ക്രിസ്തു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15:4 ചേർത്ത് വയ്ക്കുന്ന നിരവധി വേദവാക്യങ്ങൾക്കൊപ്പം
ഞാൻ എപ്പോഴും ഓർക്കാനും ശക്തി ആർജിക്കാനും ആഗ്രഹിക്കുന്ന വേദവാക്യമാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ അവനിൽ വസിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം. അവനിൽ വസിച്ചാൽ മാത്രമേ അവൻ എന്നിൽ വസിക്കുകയുള്ളൂ എന്ന ഒരു ഉത്തമമായ ബോധ്യം. ഈ ഒരു വചനം ഞാൻ എൻ്റെ ജീവിതത്തോട് ഏറെ ചേർത്ത് വയ്ക്കാനും എന്നെ അത് ഏറെ ആകർഷിക്കാനും ഇടയായിട്ടുണ്ട്. കൊമ്പില്ലാതെ മുന്തിരിവള്ളിക്ക് ഫലം കായ്ക്കാൻ സാധിക്കാത്തതുപോലെ ക്രിസ്തുവില്ലാതെ എനിക്കൊരിക്കലും ഫലം കായ്ക്കാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസവും. ബാല്യകാലം നിരവധി ഭയങ്ങളുടെ കാലഘട്ടമായിരുന്നു. ഒക്കെയും ശരിക്കും ഭയപ്പെടുത്തുന്ന പല ഓർമ്മകളിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിയുന്നതും, അതൊക്കെയും ശരിക്കും ഒരു ട്രോമകളായി ജീവിതത്തെ ബാധിക്കാതിരുന്നതും അന്നേ ആശ്രയിച്ച ഒരു ക്രിസ്തു തന്നെയാണ് എന്ന് പറയാനാണ് ഇഷ്ടം. ബാല്യകാലത്ത് കേൾക്കുന്ന പല കഥകൾ, അത്തരം കഥകളിലൊക്കെയും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ, ആ അനുഭവങ്ങളിലൊക്കെയും അന്നൊക്കെ പറയുന്നത് പോലെ വേദപുസ്തകം എന്ന് പറയുന്നത് ഭയപ്പെടുത്താതിരിക്കാൻ തലക്കൽ വെക്കുന്ന ഒരായുധമായിട്ടൊക്കെ മാതാപിതാക്കളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൊക്കെ അതൊരു, എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും അതൊരു അനുഭവമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എന്ത് ഭയം വന്നാലും, ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാലും അപ്പോഴേ ക്രിസ്തുവിനെ വിളിക്കണം, പ്രാർത്ഥിക്കണം എന്ന് തന്ന ഒരു പഠനമുണ്ട്. അതൊരനുഭവമായി തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ശാശ്വതമായ ഒരു അഭയസ്ഥാനമായി അന്നേ ക്രിസ്തു ഉള്ളിൽ വേരുറച്ചിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ നിരവധി പരീക്ഷണ ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാനായിട്ട് ഓർക്കുന്നത് രണ്ടും മെഡിക്കൽ ഫീൽഡുമായിട്ട് തന്നെ ബന്ധപ്പെട്ട, ആരോഗ്യപരമായിട്ട് തന്നെ ബന്ധപ്പെട്ട രണ്ട് അനുഭവങ്ങളാണ്. രണ്ടാമത്തെ കുഞ്ഞ്, മകൻ്റെ ഡെലിവറിക്ക് ശേഷം ഒരു വർഷത്തിനകം ഒരു വശം പൂർണ്ണമായും ബലഹീനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും അധികമായി ആഗ്രഹിച്ചു വന്ന മേഖല അധ്യാപനമായിരുന്നു. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് വലിയ ലോകമായിരുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അവരായിരുന്നു. അവരുടെ അടുക്കലേക്ക് ഒരു വീൽ ചെയറിൽ ചെല്ലുകയോ അല്ലെങ്കിൽ അവരുടെ അടുക്കലേക്ക് ചെല്ലാനാകാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലൂടെ, ആ ഒരു ഭീതികരമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയ ഒരു സാഹചര്യം 2008, 2009 കാലഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ഡോക്ടേഴ്സും സർജറി റിസ്ക്കാണ്, അതുകൊണ്ട് എടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ എങ്കിലും പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ വരുമോ എന്ന് അവർക്ക് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥനയുടെ ബലത്തിൽ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ നിമിഷം വരെയും ആ ഒരു സർജറിക്കൊന്നും ഞാൻ വിധേയമായിട്ടില്ല. ഇന്നും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുള്ള അധ്യാപികയായി അവർക്കൊപ്പമായിരിക്കാൻ, അവരുടെ ഇഷ്ടങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിലൊക്കെയും കൂട്ടുപോകാൻ രണ്ട് കാലുകളിൽ തന്നെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം 2021 കാലഘട്ടത്തിലൂടെ കടന്നുപോയതാണ്. ഏകദേശം 6 തവണയാണ് കോവിഡ് ബാധിതയായത്. 6ാമത്തെ തവണ ഏറ്റവും വളരെ മാരകമായ തരത്തിലേക്ക് അതെന്നെ ബാധിക്കുകയുണ്ടായി. കേരളത്തിലെങ്ങും ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്നെ വെല്ലൂർ CMCയിലേക്ക് മാറ്റുകയുണ്ടായി. കടന്നുപോയ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആ ദിവസങ്ങളൊന്നും ഇപ്പോഴും ഓർക്കുവാനുള്ള ഒരു ശക്തി പോലും എനിക്കില്ല. ശ്വാസമെടുക്കുവാൻ പോലും സാധിക്കാതെ ലങ്സിൽ ഉടനടിയായിട്ട് എല്ലാ വെയിൻസും ഇങ്ങനെ ബ്ലോക്കായി പോകുന്ന ഒരു സാഹചര്യം. നിരവധി ടെസ്റ്റുകളിലൂടെ 2 ആഴ്ചകൾ നീണ്ട ടെസ്റ്റുകൾ, ഇതൊക്കെയും കടന്നിട്ട് വളരെ എന്തൊക്കെയോ ഡോക്ടേഴ്സിനൊക്കെ ഉണ്ടായിരുന്ന സംശയങ്ങൾ, രോഗനിവാരണം എന്നതിനപ്പുറം ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കാത്ത ചില അവസ്ഥകൾ, ആ ഒരു സാഹചര്യങ്ങളിലൊക്കെയും വലിയ വൈദ്യനായി, വലിയ ഔഷധമായി ദൈവം തമ്പുരാൻ എന്നോട് ചേർന്ന് നിന്നു. ഇന്ന് ഈ നിമിഷം ഇങ്ങനെ സംസാരിക്കാൻ കൂടെ നിൽക്കുന്നതും ആ സാന്നിധ്യമാണ്. ഈ അനുഭവങ്ങൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക്
വിട്ടുപോകാവുന്ന ഒരു ദൈവ സാന്നിധ്യം അല്ലാതെ എന്നും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ആശ്രയമായി തമ്പുരാൻ കൂടെ നിൽക്കുന്നു എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. പ്രാർത്ഥനയ്ക്കപ്പുറം ശക്തിയുള്ള ഒരായുധവും ഇല്ല എന്ന് പഠിപ്പിച്ചത് അമ്മയാണ്. എൻ്റെ അമ്മച്ചി പ്രാർത്ഥനയിൽ അതീവ ജാഗ്രത പുലർത്തുന്ന ആളായിരുന്നു. പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു അമ്മച്ചി. എൻ്റെ മാതാപിതാക്കൾ അവരുടെ ജോലി സംബന്ധമായ തിരക്കുകളിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസാണ് ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചത്. പ്രാർത്ഥന ഒരു നിഷ്ഠയായിരുന്നു. കൃത്യം 6:30 മണിക്ക് തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും രാവിലത്തെ കുടുംബ പ്രാർത്ഥന അതും കൃത്യം 6 മണിക്ക് തന്നെ ആരംഭിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാർത്ഥന ഒരായുധമായി തന്നെ തീരും എന്നത് അന്നേ ഉറപ്പുള്ള ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നേരിടേണ്ടി വന്നാലും ആ ഒരു ഘട്ടം കടത്തിവിടാനായി പ്രാർത്ഥനയോളം വലിയ ഒരു ശക്തിയില്ല എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ജീവിതമല്ലേ, കടന്നു പോകുമ്പോഴൊക്കെ നിരവധി പരീക്ഷണ ഘട്ടങ്ങളെയൊക്കെ അതിജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ അതിജീവനത്തിൻ്റെ പാത തന്നെയാകുന്നത് പ്രാർത്ഥനയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തകർന്നു പോകാവുന്ന, അല്ലെങ്കിൽ മാനുഷികമായ ചിന്തയിൽ ചിന്തിച്ചാൽ ഈ ലോകം തന്നെ അവസാനിപ്പിച്ചേക്കാവുന്ന ചിന്തകളൊക്കെ ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മളെ തളർത്തുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥന തന്ന ബലമാണ് ഇന്നും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് പറയാൻ തക്കവണ്ണം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ എവിടെയും ദൈവം എവിടെയാണ് എന്നോ ദൈവത്തിനെ ഒരനുഭവങ്ങളുടെ പേരിലും ദൈവത്തിനെ ചോദ്യം ചെയ്യാനോ മുതിർന്നിട്ടില്ല. അത്തരമൊരു വിശ്വാസത്തിലേക്ക് ആ ഒരു വിശ്വാസമല്ലായിരുന്നു. ദൈവം സദാ കൂടെ ഉണ്ട് എന്നും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ പ്രതിസന്ധിയിൽ അവൻ മാറി നിൽക്കുന്നവനല്ല, ആ പ്രതിസന്ധി ലഘൂകരിക്കപ്പെടുന്നത് അവൻ്റെ സാന്നിധ്യമാണ് എന്നതും അടിയുറച്ച വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഇന്നോളം ഈ നിമിഷം വരെയും എന്തിന് ഞാനിത് അനുഭവിക്കേണ്ടി വന്നു എന്നൊരു ചോദ്യം ശരിക്കും ക്രൂശിലെ അനുഭവത്തെ ഓർക്കുന്ന ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അത്തരമൊരു ചോദ്യങ്ങളിലേക്ക് കടക്കാൻ തക്കവണ്ണം, അത്തരമൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടന്നാൽ ആ ഒരു ചോദ്യത്തിന് എന്നെ പ്രാപ്തനാക്കിയതും ദൈവകരുണയാണ്. അത്തരമൊരു ഘട്ടത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ദൈവത്തിന് നിശ്ചയമായിട്ടും എന്നെ അവിടെ നിന്ന് ഏറ്റവും സുരക്ഷിതമായി മാറ്റി നിർത്താനും മാറ്റിവെക്കാനും സാധിക്കുമെന്നത് എൻ്റെ വിശ്വാസമായിരുന്നു. ശരിക്കും കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെയും സത്യത്തിനു വേണ്ടി നിന്നിട്ടുള്ളതിൻ്റെ പേരിൽ, ദോഷമല്ലാതെ നല്ലതു മാത്രം ചെയ്തതിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നല്ലതാകണം എന്നില്ലല്ലോ. അത്തരമൊരു അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നപ്പോൾ നിരവധി പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേദനയായി ഉള്ളിൽ നിൽക്കുമ്പോഴും ശരിക്കും ആരോടും ഒരു പകയോ വിദ്വേഷമോ പുലർത്താനായി സാധിച്ചിട്ടില്ല. അതിനെ മാനുഷികമായ സങ്കടങ്ങളുടെ ഭാഗമായി മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ബലഹീനതയാണ്. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. എന്നിൽ എന്ത് നല്ല ഗുണങ്ങളുണ്ടോ അത് ഞാൻ ക്രിസ്തുവിനെ ഏറ്റവും സൂക്ഷ്മമായും ആഴത്തിലും അറിഞ്ഞതിൻ്റെ വെളിച്ചമാണ്. എന്നിലുണ്ടായിരിക്കുന്ന ദോഷങ്ങൾ ഞാൻ അവനിൽ നിന്ന് അകന്നു നിന്ന നിമിഷങ്ങളിൽ സംഭവിച്ച ചാബല്യങ്ങളാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ക്രൂശോളം സഹിച്ച ഒരു ദൈവപുത്രനെ ഞാൻ മാർഗദർശിയായി കാണുമ്പോൾ, അത്തരം ഒരു മാർഗദർശിയെ തന്നെ ജീവിതത്തിലെ അനുഭവമാക്കി വയ്ക്കുമ്പോൾ, ഇവരോടൊക്കെയും ക്ഷമിക്കണം എന്ന് ഒരു ബോധം ഉള്ളപ്പോഴും ഞാൻ ചില നിമിഷങ്ങളിൽ ഓർക്കുന്ന ക്രിസ്തു, അവൻ ഇങ്ങനെയുള്ള പരീശന്മാർക്കും ഇവർക്കൊക്കെയും ശരിക്കും വാണിഭക്കാർക്കെതിരെയൊക്കെയും ആയുധമായി മാറുന്ന ക്രിസ്തുവിനെയും ഞാൻ മാതൃകയാക്കാറുണ്ട്. നീതിക്ക് വേണ്ടി സംസാരിക്കുക എന്നതും നീതിയുടെ ശബ്ദമാവുക എന്നതും യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഇടങ്ങളിൽ ക്രിസ്തുവുണ്ട്. സത്യത്തിന് വിരുദ്ധമായി അപവാദ പ്രചരണങ്ങൾക്ക് വിധേയരാകുന്നവരുടെ കൂട്ടത്തിൽ ക്രിസ്തുവുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യനും ക്രൂശിക്കപ്പെടുന്നുണ്ട് പല അനുഭവങ്ങളിൽ. പക്ഷേ
എല്ലാം ക്ഷമിക്കുമ്പോഴും എല്ലാം സഹിക്കുമ്പോഴും ആരോടും പക വീട്ടാനോ പകരം ചെയ്യുവാനോ സാധ്യമാകാതെ വരുന്നതും ക്രിസ്തു സഹിച്ചിട്ടുള്ള മാർഗങ്ങളെ ഏറ്റവും ഉള്ളോട് ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ്. ക്രിസ്തു അനുഭവമായി ബോധ്യമായി വന്നത് ഏത് കാലഘട്ടം എന്ന് ഓർമ്മയില്ല. കാരണം ശൈശവം മുതൽ തന്നെ ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നു. ജനിച്ച പാരമ്പര്യം അതായിരുന്നുവല്ലോ. വലിയ സുവിശേഷ പ്രഘോഷണങ്ങളുടെ നാടാണ് ശരിക്കും എൻ്റെ പൊക്കിൾക്കൊടി ബന്ധമുള്ളത്. മാരാമൺ നിവാസികളായ ഞങ്ങൾക്ക് വലിയ കൺവെൻഷനുകളുടെയും സുവിശേഷ യോഗങ്ങളുടെയും ഒക്കെയും പശ്ചാത്തലമുള്ള ഒരു നാട്. അടിയുറച്ച വിശ്വാസം, സുവിശേഷകാരും ദൈവവേലക്കാരും ഒക്കെയായിട്ട് നിരവധി ആൾക്കാരുടെയൊക്കെയും പാരമ്പര്യമൊക്കെയുള്ള ഒരു കുടുംബ പശ്ചാത്തലം. അവിടെയൊക്കെയും ക്രിസ്തു നമ്മൾ വളരുന്നതിനനുസരിച്ച് തന്നെ ഉള്ളിൽ ക്രിസ്തു വളർന്നു തന്നെ വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അടുത്തറിയുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ആ ജനിച്ച കാലഘട്ടം മുതൽ, ഓർമ്മ വയ്ക്കുന്ന അല്ലെങ്കിൽ അനുഭവമാകുന്ന കാലഘട്ടം മുതൽ ക്രിസ്തുവിനെ ഓരോ ഘട്ടത്തിലും അതാത് ദശകളനുസരിച്ച് തന്നെ അറിഞ്ഞു വരികയായിരുന്നു. അതാണ് ശൈശവത്തിൽ സുഹൃത്തായും കൗമാരത്തിൽ സ്വപ്നമായും ഒക്കെ ഇങ്ങനെ ക്രിസ്തു എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അനുയായി ആയിരിക്കും തോറും, അല്ലെങ്കിൽ ക്രിസ്തു തന്ന പാഠങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും തോറും അതിനെ കരുണയോടെ ചേർക്കുന്ന ഒരു സാഹചര്യത്തെ ഏറ്റവും കൂടുതലായി എടുത്തു പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്നേഹവും കരുണയും ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ പാഠങ്ങളായി ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ കാരണവും കരുണയുടെ രൂപമായി തന്നെ മനുഷ്യനെ ചേർത്ത് പിടിക്കുവാൻ ക്രിസ്തു നൽകിയ സുവിശേഷത്തിലൂടെയാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സോൾലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന ഒരു സംഘടനയുടെ കൂടെ ഭാഗമായിട്ടാണ്. അവിടെയും നമ്മൾ ചെയ്യുന്നത് ഒരു പ്രസ്ഥാനം എന്നതിനുപരിയായി നന്മയുടെ ഒരു പ്രകാശമായി, അതിനെ ഒരു പ്രത്യേക ബോധം എന്നുള്ളൊരു തലത്തിലല്ല, അത് ഒരു മനുഷ്യ നന്മ എന്നത് ഒരാശയമായി അതിനെ കൊണ്ടുവരുമ്പോഴും എൻ്റെ ഉള്ളിൽ ക്രിസ്തു നൽകിയ വിശ്വാസത്തിൻ്റെ ഒരു പാത അവിടെ ഞാൻ ദർശിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അതിനോട് ചേർന്ന് പോകുവാനായി ശ്രമിക്കുന്നത്. ശരിക്കും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ കരുണയോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിക്കുന്ന എല്ലാ ആശയങ്ങളിലും അത് ക്രിസ്തുവിൻ്റെ തന്നെ ആശയമായി തന്നെ വിവക്ഷിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഈ കാണുന്ന നന്മകളൊക്കെയും ഈ ആയിരിക്കുന്ന അവസ്ഥകളൊക്കെയും അതിൻ്റെ പുണ്യവും അതിൻ്റെ ഫലവും മാത്രമാണ് എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒന്നുമില്ല, ബേസിക്കലി ഒന്നുമല്ല, ഒന്നുമായി തീർന്നിട്ടുമില്ല. എന്തെങ്കിലും ആണ് എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. അതിനപ്പുറമായി മാനുഷികമായ ഒരു കഴിവുകളിലും വിശ്വാസം അർപ്പിക്കുന്ന ആളല്ല എന്നുള്ളതാണ് വാസ്തവം. വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തു ഇടപെടുന്ന അത്ഭുതങ്ങൾ നിരവധിയുണ്ട്. ചെറുപ്പകാലങ്ങളിൽ ആകർഷിച്ചിരിക്കുന്നത് അത്ഭുതങ്ങളുടെ ഒരു ക്രിസ്തുവിനെയാണ്. പക്ഷേ ആ ഒരു വിശ്വാസം വളരുമ്പോൾ ക്രിസ്തു തന്നെ നമുക്ക് അത്ഭുതമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ക്രിസ്തു സ്ത്രീകളോട് ഇടപെടുന്ന ഒരു സുവിശേഷം, അതിനെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും അതിനെ ഞാൻ അങ്ങേയറ്റം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ അവൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. ബഥാനിയയിലെ മറിയം, അവൾ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് വചനം കേൾക്കുമ്പോൾ അവിടെയും അത് മൂല്യമായി തന്നെ കരുതുന്ന ഒരു ക്രിസ്തുവിനെ കാണുന്നുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സ്ത്രീകളൊക്കെയും അവനുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോഴും സ്ത്രീകളിലൂടെ ക്രിസ്തു കാണുന്ന ഒരു ദർശനം വലുതായിരുന്നു എന്നത് എനിക്ക് വളരെ ആകർഷകമായി തന്നെ തോന്നിയിട്ടുണ്ട്. ശരിക്കും ക്രൂശിങ്കൽ കാത്തു നിൽക്കുന്നത്, ശിഷ്യന്മാർ മടങ്ങിപ്പോയിട്ടും കാത്തു നിൽക്കുന്ന സ്ത്രീകൾ, ഉയർപ്പിൻ്റെ സുവിശേഷം ആദ്യം അറിയിക്കുന്നതും ഒരു സ്ത്രീയെയാണ്. ക്രിസ്തു സ്ത്രീകളോട് പുലർത്തിയിരുന്ന ഈ ഒരു മനോഭാവം അതൊരു വിപ്ലവാത്മകമായ മനോഭാവമായിട്ട് തന്നെയാണ് ഞാൻ വിവക്ഷിക്കുന്നത്. കാലഘട്ടം ഇത്ര മാറിയിട്ടും നമുക്ക് മടിയുണ്ട്, നമ്മുടെ സമൂഹത്തിന് മടിയുണ്ട്. സ്ത്രീ എന്ന രീതിയിൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ക്രിസ്തു ഉൾക്കൊണ്ട സ്ത്രീ എന്നത് കരുണയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്നവളോ നീതി അർഹിക്കുന്നവളോ എന്നുള്ളതല്ല. ക്രിസ്തു സ്ത്രീയെ
കണക്കാക്കുന്നത് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെയാണ്. ആ മനുഷ്യബോധമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. എഴുത്തിലേക്ക് കടക്കുമ്പോൾ ഏതൊക്കെയോ കാലഘട്ടം തൊട്ട് തന്നെ എഴുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെടണമെന്നൊരു ആഗ്രഹമില്ലാതിരുന്നപ്പോഴൊക്കെ അത് നീക്കി വയ്ക്കപ്പെടുകയാണ് ഉണ്ടായത്. ഏകദേശം 20 വർഷത്തോളമായി എഴുത്ത് തുടങ്ങിയിട്ട്, പക്ഷേ പ്രസിദ്ധീകരിക്കപ്പെടുന്നതും ഡിവോഷണൽ ആൽബങ്ങളിലൂടെയൊക്കെ വരുന്നതുമൊക്കെ 2012 ആദ്യം ഇറങ്ങുന്നത് ഡിവോഷണൽ ഗാനം തന്നെയാണ്. അതിനു മുമ്പേ എഴുതി തുടങ്ങിയിരുന്നത് കവിതകളായിരുന്നു. പക്ഷേ 2012 ഡിവോഷണൽ ഗാനത്തിലേക്ക് കടക്കുമ്പോൾ അതെൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു തിരിച്ചുവരവിൻ്റെ, ഒരു കൃതാർത്ഥതയുടെ ഒരർപ്പണമായിരുന്നു ആ ഒരു ഗാനം എന്ന് പറയുന്നത്. എഴുത്തിൽ പിന്നെ അങ്ങോളം ഈ നിമിഷം വരെയും, ഇപ്പോൾ പുസ്തകത്തിൽ മൂന്നാമത്തേതാണ് എത്തി നിൽക്കുന്നത്. ഇവിടെയൊക്കെയും ഏറ്റവും പരമമായ ഒരു ബോധ്യം, ക്രിസ്തു നൽകിയിരിക്കുന്ന ഒരു സാമൂഹ്യമായ ഇടപെടലുകളിൽ കാണിച്ചിരിക്കുന്ന മാതൃകാപരമായ സമീപനങ്ങൾ, നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിനെ ഏറ്റവും ഉത്തമ ബോധ്യത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അതിനെ സമൂഹത്തിലേക്ക് പ്രതിഫലിപ്പിക്കാവുന്ന ഒരു രീതിയിലൊക്കെയും ആ ദർശനങ്ങളെ നീതിയുക്തമായും സത്യസന്ധമായും തന്നെ അവതരിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അതിന് എന്നിലുള്ള വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ മൂലധനമായി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. എഴുത്തുവഴിയിലൊക്കെയും ഇങ്ങനെയൊരു ക്രിസ്തു സാക്ഷ്യമായി തീരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡിവോഷണൽ ഗാനങ്ങൾ എഴുതുമ്പോഴും കവിതകൾ എഴുതുമ്പോഴും കഥകളായാലും ലേഖനങ്ങളായാലും ഒക്കെയിലും സാരാംശം ഒന്നു തന്നെയാണ്. സ്നേഹവും കരുണയും ചേർത്ത് പിടിക്കലും സത്യവും ഒക്കെ തന്നെയാണ്. ഇതിലൊക്കെയും വെളിവാകുന്നതും എൻ്റെ ക്രിസ്തു തന്നെയാണ്. ഞാനറിഞ്ഞ ക്രിസ്തു എൻ്റെ ഏറ്റവും വലിയ ബോധ്യമായിരുന്നു. എൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ പ്രകാശമായിരുന്നു. എന്നെ നേർവഴിക്ക് നടത്തുന്ന വെളിച്ചമായിരുന്നു. ബാല്യത്തിൽ എൻ്റെ ഭയങ്ങൾക്ക് അഭയമായിരുന്നു. കൗമാരത്തിൽ എൻ്റെ സ്വപ്നമായിരുന്നു. യൗവനത്തിൽ എൻ്റെ വെളിച്ചമായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂട്ടായി, എൻ്റെ സഹചാരിയായി, എനിക്കൊപ്പം സദാ നിൽക്കുന്ന സാന്നിധ്യമായി ക്രിസ്തു കൂടെയുണ്ട്. എവിടെ ഞാൻ വീഴുന്നു എന്ന് തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെയും ക്രിസ്തു തൻ്റെ കരങ്ങളോട് എന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. എൻ്റെ ചുമലിൽ എനിക്കേൽക്കാനാകാത്ത വിധം ഭാരം കൊണ്ട് തളരുമ്പോൾ ക്രിസ്തു ആ ഭാരം ലഘൂകരിക്കാനുള്ള ഉപാധിയായി എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ ഇടർച്ചകളിൽ ചോർച്ചയില്ലാത്ത കുമ്പസാരക്കൂടായി ക്രിസ്തു എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരോടും ഇടപെടുമ്പോൾ അവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുവാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വെളിച്ചമായി ഇന്നും നിറയുന്നുണ്ട്.